തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. കേരള പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളും അന്വേഷണവും തന്നെയാണ് ഒടുവിൽ കുട്ടിയിലേക്ക് എത്താൻ സഹായിച്ചത്. കേരള പോലീസിന് ആവർത്തിച്ച് നന്ദി പറയുകയാണ് കുട്ടിയുടെ ബന്ധുക്കൾ. കുഞ്ഞിപ്പോൾ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ്, സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാത്തതും വെള്ളം കുടിക്കാത്തതും മൂലമുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇന്ന് ആശുപത്രിയിൽ തന്നെ തുടരുമെന്നാണ് ഡോക്ടർമാരൊക്കെ അറിയുന്നത്. സെയ്ഫ് സൈനുദ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, ഇപ്പോൾ പരിശോധന ഈ സംഭവ സ്ഥലത്ത്, കുട്ടിയെ കിട്ടിയ സ്ഥലത്ത് നടന്നു വരികയാണ്. എന്താണ് സംഭവിച്ചത്, ആരാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടിരുത്തിയത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണോ? ഇതുവരെ നടത്തിയ പരിശോധനയിൽ എന്തെങ്കിലും ക്ലൂ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ദിവ്യ, അതിനു മുമ്പ് നമ്മൾ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ നേരത്തെ അതിന് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ദിവ്യ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇതൊരു കാട് പിടിച്ച പ്രദേശമാണ്. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന മതിൽ ബ്രഹ്മോസിന്റെയാണ്, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബ്രഹ്മോസിന്റെ മതിലാണ്. ഇത് കാട് പിടിച്ച പ്രദേശമാണ്. ഈ പ്രദേശത്ത് നിന്ന് ഇതേപോലെ തന്നെ കാട് പിടിച്ച സ്ഥലമായിരുന്നു ഇത്. ഇപ്പോ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം, ഇതിപ്പോ നമ്മൾ കുറെ പേര് പോലീസുകാരും മറ്റും ഇറങ്ങിയതിന് ശേഷമാണ് ഇത് ഇങ്ങനെയായി മാറിയത്. ഇത് ഇങ്ങനെ കാട് പിടിച്ച്, നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ കാട് പിടിച്ച് കിടന്ന പ്രദേശമാണ്. ആ പോലീസ്, വണ്ണത്തര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജനേഷ് ആണെന്ന് തോന്നുന്നു അല്ലെ ഷിജോ? ജനേഷിന് തോന്നി, ഈ ആൾക്കാർ കയറി എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജനേഷ് ഇവിടെ വന്നിട്ട് പരിശോധന നടത്തുന്നത്. ഇപ്പൊ നമുക്ക് അധികം ഉള്ളിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലും സിജോ ഒന്ന്, നമ്മൾ ഈ കാണുന്നത് ഈ സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്ത് ഈ കുട്ടിയെ ആ മരത്തിനോട് ചേർന്നിട്ട് കുട്ടി ഇരുത്തിയ നിലയിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ആ കുട്ടി അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. കുട്ടി ഇവിടെ നിന്നാണ് കണ്ടെത്തുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് ബ്രഹ്മോസിന്റെ മതിലാണ് ഉള്ളത്. ഈ പ്രദേശത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സിജോ, ആ മതിൽ അല്ല, ആ മരത്തിന്റെ അവിടത്തേക്ക് ഈ പ്രദേശത്ത്, കൃത്യമായി പറഞ്ഞാൽ ഈ പ്രദേശത്ത് നിന്നാണ് കുട്ടിയെ അങ്ങനെ ചാരി ഇരുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് പോലീസുകാരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇതാണ് ആ കുട്ടിയെ കണ്ടെത്തിയ പ്രദേശം. ഒരു 2 വയസ്സുള്ള കുട്ടി ഈ പ്രദേശത്തേക്ക് വന്നിറങ്ങി. ഇപ്പോ എനിക്ക് പോലും ഇവിടെ നിന്ന് ഇറങ്ങി, ഞാനിവിടുന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചാടിയിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. 2 വയസ്സുള്ള കുട്ടിക്ക് എന്തായാലും ഇത് ചാടി ഇറങ്ങി അവിടെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കൊണ്ടിരുത്തിയതാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം വേണ്ട. കാരണം നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ കയറി വന്നപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആ പോലീസുകാരൻ ഇറങ്ങി വന്നത്. ഷിജോ എനിക്ക് തോന്നുന്നു, നമ്മളെ ദൃശ്യങ്ങൾ കാണും മനസ്സിലാവും. ഇപ്പോ ഷിജോയ്ക്ക് ഇറങ്ങണമെങ്കിലും എനിക്ക് ഇറങ്ങണമെങ്കിലും നമ്മൾ ചാടണം. 2 വയസ്സുള്ള കുട്ടി എന്തായാലും ചാടി അവിടെ ഇറങ്ങിയിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു 7 അടി താഴ്ചയുണ്ട്. ആ 7 താഴ്ചയിലേക്ക് ആ കുഞ്ഞ് എങ്ങനെ ഇറങ്ങും എന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയർന്നത്. ഇപ്പോൾ നോക്കിയാൽ പോലും ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പൊ സിജോ, ആ ദൃശ്യങ്ങൾ കാണിച്ചാൽ ഇങ്ങനെ നിരന്തരം ട്രെയിൻ വന്നു പോകുന്ന ഒരു ട്രാക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ 2-3 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്ന ഒരു വഴിയിലൂടെ ഒരു 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാണ്. ഒരു തരത്തിലും നമുക്ക് അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഉൾക്കൊള്ളാനോ പോലും കഴിയില്ല. ആ കുഞ്ഞ് എങ്ങനെ ഇതുവഴി ഇത്രയും ട്രെയിനുകൾ കടന്നു പോകുന്ന ദുർഘടമായ പാത എന്ന് തന്നെ പറയാം, ഒരു സംശയവും വേണ്ട. നേരത്തെ സൈഫ് ഇവിടുന്ന് ആദ്യം ലൈവ് കൊടുക്കുമ്പോൾ ഇവിടെ ലൈവ് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സ്ഥലമാണ് കുട്ടിയെ ഉപേക്ഷിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ മരച്ചിലുകൾ പോലും നമ്മൾ മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം സൈഫ് ഇവിടെ ലൈവ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മരച്ചിലകൾ മാറ്റുന്നു. അങ്ങ് നമുക്ക് അത്രമാത്രം കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ആ കുഞ്ഞ് എങ്ങനെ നടന്നു വന്നു എന്നുള്ള ചോദ്യം ഒരു തരത്തിലും പ്രസക്തമല്ല. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടെത്തിച്ചതാണ് എന്നുള്ള ചോദ്യത്തിന്, അല്ലെങ്കിൽ ആ കൊണ്ടെത്തിച്ചതാണ്, കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി അതിനുശേഷം ഇവിടുന്ന് കൊണ്ടെത്തിച്ചവർ മടങ്ങിയതാണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടെത്തിച്ച ഈ സ്ഥലം മാത്രമല്ല, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലം, ഈ ബ്രഹ്മോസിന്റെ മതില്, ആ മതിലിനോട് ചേർന്ന ഒരു ഓട. ഈ അതീവ സുരക്ഷാ മേഖലയാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അതിനോട് ചേർന്നൊരു മതില് ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ആ റെയിൽവേ ട്രാക്കിനോടും ആ ബ്രഹ്മോസിന്റെ മതിലിനോടും ചേർന്ന് ചെറിയൊരു ഓടയുണ്ട്. ആ ഓട എന്ന് പറയുന്നത് ബ്രഹ്മോസിന്റെ മാലിന്യജലം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഓടയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഓടയിലാണ് കുഞ്ഞിനെ കൊണ്ട് ഈ ഉപേക്ഷിച്ചവർ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടുള്ളത്. അതിനോട് ചേർന്നുള്ള സ്ഥലം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജനവാസ മേഖലയാണ്. ആളുകൾ താമസിക്കുന്ന, വാഹനങ്ങൾ വന്നു പോകുന്ന, കൃത്യമായിട്ട് ആളുകൾ ഒക്കെയുള്ള ഒരു ജനവാസ മേഖല തന്നെയാണ്. പ്രത്യേകതയുള്ളത് രാവിലെ മുതൽ ഞാൻ ഉണ്ടായോണ്ട് ഇത് പറയുകയാണ്. നമ്മൾ കുറെ നേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷവും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാര് ഈ അബിഗേലിനെ ഓയൂര്
മിസ് ചെയ്തപ്പോ നമ്മൾ ആൾക്കാർ മൊത്തത്തിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ ഇറങ്ങി ഇവിടെ പരിശോധന നടത്തി. ഈ പ്രദേശം മൊത്തം ജനങ്ങൾ പരിശോധിച്ചതാണ്. പക്ഷെ അവിടെ ഒന്നും ആ സമയത്തൊന്നും കണ്ടത്. എന്തായാലും ഒരു കാര്യത്തിൽ ദിവ്യ ഉറപ്പാണ്, ആ കുട്ടിയെ അത് നമുക്ക് മറ്റേ ഒരു സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. അതിലേക്ക് ഇറങ്ങി ആ കുട്ടിക്ക് ഇരിക്കാൻ കഴിയില്ല. ഇപ്പോ നമ്മൾ തന്നെ പോലീസിന്റെ ഡോഗ് സ്ക്വാഡിനൊപ്പം ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസിനൊപ്പം നമ്മൾ പരിശോധന നടത്തി. എല്ലാ വീടുകളിലും CCTV ക്യാമറകളുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന സമയങ്ങൾ കൊണ്ട് പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഇവിടേക്ക് കുഞ്ഞിനെ കൊണ്ട് വന്നതാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പുറകുഭാഗത്തെ അവിടുന്നാണ് കുഞ്ഞിനെ കൊണ്ടുവന്നതെങ്കിൽ അവിടുത്തെ CCTV ക്യാമറകൾ, ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നതാണെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, എന്തുകൊണ്ട് ഇതിൽ നിന്നും ഈ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായില്ല എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ആ രീതിയിൽ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അതെല്ലാം കണ്ടെത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് കേരള പോലീസ് ഉള്ളത്. എന്തായാലും ആശ്വസിക്കാം, ആ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നതിൽ.